ലോറിക്കാരോടും കവലച്ചട്ടമ്പികളോടും ഒക്കെ വഴക്കും വക്കാണോ ഉണ്ടാക്കുമെന്ന് വെച്ചാ ഇതിലും വലിയ നാണക്കേട് മറ്റെന്തെങ്കിലും ഉണ്ടോ? ശ്രീകുട്ടാ, ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ അമ്മയാകുന്നതിന് മുമ്പ് വാഴും കോവിലെടുത്ത രാജശേഖരന്റെ മോളാണ് ഞാൻ. ആ സുഭദ്രയാ പറയുന്നത്. നിന്റെ അത്ര പഠിപ്പ് ലോകപരിചയം ഇല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സുഭദ്രയ്ക്കുണ്ട്. കണ്ടുവരുമായി വഴക്കൂടാ നിന്നോട് ആരാടാ പറഞ്ഞേ? തോന്നിവാസം അല്ലാതെന്താ ഇതിനൊക്കെ പറയാ? നാട്ടിലുള്ള ആരൊക്കെ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? അതൊക്കെ തീർക്കാൻ നീ പഴയ പ്രജാപതി ഒന്നും അല്ലല്ലോ. വാഴും കോവിലെടുത്തിന് അതിന്റേതായ അന്തസ്സും ആഭിജാത്യവും ഉണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അതിന് തുനിഞ്ഞവരെ ഇരിക്കാൻ പെണ്ണം വെച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നീ ഓർക്കണം. അതിനിപ്പം ഇവിടെ എന്ത് സംഭവിച്ചു അമ്മ പറയുന്നേ? ഏതോ ഒരു പെണ്ണിനെ ആരൊക്കെ കയറി പിടിച്ചതിന് നിനക്കെന്താടാ? ഏതോ ഒരു പെണ്ണിനെ ആരോ കയറി പിടിച്ചെന്നോ? എന്നാ അമ്മയ്ക്ക് തെറ്റി. അവൾ ഏതോ ഒരു പെണ്ണല്ല, ഈ വാഴും കോവിലെടുത്ത തന്നെയാ. ഇവിടുത്തെ പഴയ പത്തായപ്പരയെ കൂട്ടിട്ടിരിക്കുന്ന നെല്ലില്ലേ, ആ നെല്ല് വിളിക്കുന്ന ഭൂമിയുടെ നേർപകുതി അവകാശിയാ. എന്തോ നേർപകുതി അവകാശിയോ? ആ എണ്ണം കെട്ട ജന്മങ്ങൾക്ക് സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല ഞാൻ. ഈ വാഴും കോവിലിടം നാടരക്കി ഭരിച്ചിരുന്ന വലിയ തമ്പുരാക്കന്മാർ ജീവിച്ചിരുന്ന സ്ഥല. അങ്ങനെയുള്ള ഈ ഇടത്തില് ഒരു തേവിടിച്ചിയുടെ മകളും കയറി നിരങ്ങാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നിനക്കറിയോ, എന്റെ അച്ഛൻ രാജശേഖരൻ തമ്പുരാൻ ആയുസ് തീർന്നല്ല മരിച്ചത്. മൂത്ത മകൻ ശേഖരൻ ആ നാടകക്കാരി സുജാതയെ വിവാഹം കഴിച്ചെന്ന ഒറ്റ കാരണത്തിലാ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്. ആ രാജശേഖരൻ തമ്പുരാൻ പണ്ട് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പട്ടാമ്പിന്നൊരു വെളുത്തെടുത്തിനെ, അതായത് ഭദ്രമാമ്പയുടെ അമ്മേനെ. അന്നാരും ഇവിടെ ചങ്കുപൊട്ടി ചത്തില്ലല്ലോ. എന്താണ് പറഞ്ഞത്? ഭദ്രമാമൻ ചേർന്നുള്ള കളിയാണല്ലേ? ഞാൻ തീരുമാനങ്ങളൊന്നും മാറ്റണ്ട. എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അറിയിക്കാം. അമ്മാവന് കേട്ടോ, സഖാവം ശേഖരൻ തമ്പുരാന്റെ മകൾ ഗൗരി ഗായത്രിയെ ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ പെരിങ്ങോട്ട് വരെ ദേശത്തെ വാഴും കോവിലെടുത്ത് ഈ സ്ത്രീ കൊണ്ട് തമ്പുരാൻ കല്യാണം കഴിക്കാൻ പോവാ. അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല, പറഞ്ഞേക്കാം. ഭദ്ര, തമ്പുരാട്ടി, ഒരു ടെലഗ്രാം ഉണ്ട്. ദാ. അമ്മാവാ, അമ്മാവാ, ഞാൻ പോവാ. ആരും മനസ്സിൽ എന്നെ പ്രാകരുത്. അമ്മ, ഞാൻ ഇറങ്ങാം. ഉണ്ണി,